ദിശ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ HCF ആൻഡ് LCM എന്ന് പറയുന്ന ടോപ്പിക്കാണ്. HCF ആൻഡ് LCM. അപ്പോൾ HCF ആൻഡ് LCM എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ടും LTSനെ പഴയ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ HCFന്റെ LCMന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വരണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ HCF LCM എന്താണെന്നും അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാവുന്ന ചോദിക്കുന്നത് ജസ്റ്റ് ഞാനൊരു ഇൻട്രോ പോലെ പറയാം. അതായത് HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്, അതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LCM 12, 24 രണ്ട് നമ്പറിൻ്റെ LCM നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സിൻ്റെ LCM നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാം, നിങ്ങൾ പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യും. ഇത് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എടുക്കും. 12, 1, 2 നിങ്ങൾ LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങൾ LCM എത്രയാണ്? 24 എന്ന് വരും അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ LCM കണ്ടുപിടിക്കുന്നത്. ഇതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 12, 24 ആണ് രണ്ട് നമ്പർ എങ്കിൽ നമ്മൾ നോക്കും 24 ലാർജസ്റ്റ് നമ്പർ ഏതാണ് നോക്കും. ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 24 ആണ്. ഇപ്പൊ 24 12 അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എന്റെ LCM ഏതാണ്? 24 എന്ന് ഞാൻ പറഞ്ഞിട്ട് പോകും. അപ്പൊ എന്റെ LCM അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്കറിയാം. ഇപ്പൊ 3 നമ്പേഴ്സ് ആണെങ്കിൽ 3, 6, 9 3 നമ്പറിന്റെ LCM ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ലാർജസ്റ്റ് നമ്പർ 9 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 9ൽ 3 അടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. 9ൽ 6 ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ നമ്പറിന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കണം. അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18. 18ൽ 3 ഉണ്ടോ? ഉണ്ട്. 6 ഉണ്ടോ? 6 ഉണ്ട്. അപ്പൊ എന്റെ LCM എത്രയാണ്? 18. അപ്പൊ ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് LCM എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് LCM എടുക്കുന്നത്. ഓക്കെ. ഇനി HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് രണ്ട് നമ്പർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 12, 24 ഈ രണ്ട് നമ്പർ തന്നെ പറഞ്ഞു HCF എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവരെ രണ്ടിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? ഇതിനകത്ത് 12. നമുക്ക് ഈസി ആയിട്ട് പറയാം 12 ആണ് ഇവരുടെ HCF എന്ന് പറയാം. ഇതേപോലെ വേറെ നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി വലിയ നമ്പേഴ്സ് ആണ് ചോദിക്കുന്നത്, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് കുറച്ച് കൺവീനിയന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 12, 24 എഴുതും. നമ്മുടെ ആൻസർ എത്ര വരും? 2, 24. റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ HCF എന്ന് പറയുന്നത്. HCFന്റെ വാല്യൂ 12 വരും. ഓക്കെ ആണല്ലോ? ഇപ്പോൾ LCM HCF എടുക്കുന്ന രീതിയാണ് പറഞ്ഞത്. എല്ലാവരും ക്ലിയർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക്, അതായത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ HCF ഓഫ് 2 cube into 3⁴ 2⁵ into 3² ഇതാണ് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതൊരു പവേഴ്സ് അല്ലെങ്കിൽ എക്സ്പോണൻസ് ഒക്കെ തന്നിട്ട് നിങ്ങളോട് HCF കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ HCF ഓഫ് 2 cube into 3⁴ 2⁵ into 3² ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് 2ന്റെ ലോവസ്റ്റ് പവർ എടുക്കുക. 2ന്റെ ലോവസ്റ്റ് പവർ ഏതാണ്? 2 ക്യൂബ് ആണ്. ഇൻറ്റു 3യുടെ ലോവസ്റ്റ് പവർ ഏതാണ്? 3² ആണ്. അപ്പൊ എന്റെ ആൻസർ ആയി 2 ക്യൂബ് ഇൻറ്റു 3². ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ HCF ഓഫ് പവേഴ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിന്റെ കറസ്പോണ്ടിങ് നമ്പറിന്റെ ലോവസ്റ്റ് പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 ക്യൂബ് ഇൻറ്റു 3. നമുക്ക് നോർമലി ഓപ്ഷനിൽ കിടക്കുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ 2 ക്യൂബ് ഇൻറ്റു 3² 2⁴ into 3⁴ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓപ്ഷനിലും കിടക്കുന്നത് നോർമലി. ഈ ക്വസ്റ്റിന്റെ ഓപ്ഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് 2019. അപ്പൊ എന്റെ ഓപ്ഷനും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ എന്താണ് നിങ്ങളുടെ ആൻസർ വരിക? 2 ക്യൂബ് ഇൻറ്റു 3². സിമ്പിൾ ആയിട്ട് എഴുതുക. ലോവസ്റ്റ് പവർ എടുക്കുക, എഴുതുക. ആൻസർ വരും 2 ക്യൂബ് ഇൻറ്റു 3². ഓക്കെ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A is the smallest 3-digit number which when divided by 3, 4, 5 gives remainder 1, 2, 3 respectively. What is the sum of the digits of A? അപ്പൊ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് നോക്കി സ്മോളസ്റ്റ് 3-digit നമ്പർ വേണം. എന്ത് ചെയ്യണം? അതിനെ 3, 4, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എത്ര കിട്ടണം? 1, 2, 3 കിട്ടണം. അപ്പൊ ഈ ക്വസ്റ്റൻ എങ്ങനെയാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം 3, 4, 5 വരെ നമ്മുടെ നമ്പർ 3, 4, 5 വരെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ. ഈ 3ന്റെയും 4ന്റെയും 5ന്റെയും എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. നിങ്ങൾക്കറിയാം ഇവിടെ ഇതിനെ കോമൺ മൾട്ടിപ്പിൾസ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ LCM കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 3നെയും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്കറിയാം 3 × 4 12 × 5 60. അപ്പൊ 60 ആണ് ഇതിന്റെ എന്ത് LCM എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ എന്ത് ചെയ്യുക? 3ന്റെയും 4ന്റെയും 5ന്റെയും LCM കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് കിട്ടും 60 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന സ്മോളസ്റ്റ് 3-digit നമ്പർ ആണ്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 3-digit നമ്പർ ഏതാണ്? 100 ആണല്ലേ? 100 ആണല്ലേ? അപ്പൊ ഈ 100നെ എന്ത് ചെയ്യുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 100നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് റിമൈൻഡർ എത്ര വരും? 40 എന്ന് വരും അല്ലേ? 40 വരും. അവിടെ നിർത്തുക. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ആൻസർ ആവും 100. അതായത് നിങ്ങളുടെ സ്മോളസ്റ്റ് 3-digit നമ്പർ പ്ലസ് എന്ത് ചെയ്യുക? LCM മൈനസ് ഈ റിമൈൻഡർ. അങ്ങനെ ഓർത്തിരിക്കുക. LCM മൈനസ് റിമൈൻഡർ
മൈനസ് ഒരു കാര്യം കൂടെ മൈനസ് ചെയ്യണം. അതായത് ഈ 3യും 1ഉം കൂടെ മൈനസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കിട്ടും? ഈ 3യും 1ഉം കൂടെ മൈനസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കിട്ടും? 2 കിട്ടും. 4ഉം 2ഉം കൂടെ മൈനസ് ചെയ്യാൻ എത്ര കിട്ടും? 2 കിട്ടും. 5ഉം 3യും കൂടെ മൈനസ് ചെയ്യാൻ കിട്ടും? 2 കിട്ടും. ആ 2 കൊണ്ട് ഇവരെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എത്രയായി? 100 പ്ലസ് 20 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയായി? 118 ആയി. അപ്പൊ നിങ്ങളുടെ ആൻസർ ആയി 118. മനസ്സിലായോ? അപ്പം എ ഈസ് എ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഡിവൈഡ് ബൈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? അവരുടെ LCM കണ്ടുപിടിക്കുക. ആ നമ്പറിന്റെ LCM കണ്ടുപിടിക്കുക. LCM കൊണ്ട് എന്ത് ചെയ്യുക? സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, നമുക്ക് അറിയാവുന്ന സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? ആ നമ്പർ പ്ലസ് LCM മൈനസ് എന്ത് റിമൈൻഡർ മൈനസ് ഇവരുടെ എല്ലാം ഡിഫറൻസ്. ഇവരുടെ ഡിഫറൻസ് എല്ലാം സെയിം ആയിരിക്കും. 3 - 1 2 ആണ്, 4 - 2 2 ആണ്, 5 - 3 2 ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? റിമൈൻഡർ 3 നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ഇൻ ഈച്ച് കേസ് എന്നും പറഞ്ഞൊക്കെ തരും. അപ്പൊ അങ്ങനെയാണെങ്കിലും എന്താണ്? 2 കൊണ്ട് തന്നെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ -2 ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ വരും എന്ത് കിട്ടും? 118 എന്ന് കിട്ടും നിങ്ങളുടെ ആൻസർ. ഇവിടെ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ എന്നാണ്. ഇപ്പൊ സം ഓഫ് ദ ഡിജിറ്റ്സ്, ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്? എയുടെ വാല്യൂ ആണ് 118 ഇരിക്കുന്നത്. ഇതിന്റെ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സം അല്ലേ? അപ്പൊ സമ്മിന്റെ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 1 + 8 എന്ന് പറഞ്ഞ ആൻസർ എത്ര വരും? 10 എന്ന് വരും. അപ്പൊ നിങ്ങളുടെ ആൻസർ വരുന്നത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് എന്താണ്? 10 ആണ്. ആ 10 വരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 118 കിട്ടണം. അപ്പൊ 118 കിട്ടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായല്ലോ 118 എങ്ങനെ കിട്ടുന്നത്? നിങ്ങൾ LCM കണ്ടുപിടിക്കുക. LCM വെച്ചിട്ട് നിങ്ങളുടെ സ്മോളസ്റ്റ് 3 ഡിജിറ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 100 ആണ്. അതിനെ ഡിവൈഡ് ചെയ്യുക. ആ 100നെ പിന്നെ എന്ത് ചെയ്യുക? ആ LCM മൈനസ് റിമൈൻഡർ കൊണ്ട് കൂട്ടിയിട്ട് അതിനകത്ത് എന്ത് കുറയ്ക്കണം? ഇതിന്റെ കോമൺ ആയിട്ടുള്ള റിമൈൻഡർ കൊണ്ട് കുറയ്ക്കണം. 3 - 1 എത്രയാണ്? 2 ആണ്. അപ്പൊ ആ 2 കൊണ്ട് ഇതിനെ കുറയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 118 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ what is the largest number that divides 460, 491, 553 and leaves remainder 26 in each case? അല്ലേ? അപ്പൊ ഓരോ കേസിൽ 26 റിമൈൻഡർ വേണം അല്ലെ? 26 റിമൈൻഡർ വേണം. അപ്പം അങ്ങനെ ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം ഈ പറയുന്ന 3 നമ്പേഴ്സ് 460, 491, 553 ഈ 3 എണ്ണത്തിൽ നിന്നും എന്ത് കുറയ്ക്കുക? 26 കുറയ്ക്കുക. അപ്പൊ 460 നിന്നും 26 കുറച്ച് നിങ്ങൾക്കറിയാം 434 അല്ലെ? 434. അതേപോലെ 491 നിന്ന് 26 കുറച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം എത്ര വരും? 5 6 465. അതുപോലെ 553 നിന്ന് 26 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര വരും? 7 2 527. ഇപ്പൊ 434, 465, 527 അല്ലെ? 3 നമ്പേഴ്സ് വരും. ഇതെല്ലാം എന്ത് ചെയ്യുക? 26 സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന റിമൈൻഡർ ഇവരിൽ നിന്നെല്ലാം സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 434, 465, 527 ഈ 3 നമ്പേഴ്സ് വരും. അടുത്ത് എന്ത് ചെയ്യുക? ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുക HCF ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് എടുക്കേണ്ടത്. എന്താണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ? എന്താണ് എടുക്കേണ്ടത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഇതിന്റെ 3ന്റെ എന്തെടുക്കുക? HCF എടുക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം HCF എന്ന് പറയുന്നത് 434ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം നോക്കാം. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2 1 7 217 വരും. വീണ്ടും നമുക്കറിയാം 7 വെച്ച് ഡിവൈഡ് ആവും 31 വരും. ഇനി ഡിവിഷൻ ഒന്നും പോസിബിൾ അല്ല. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി അതേപോലെ 465 നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 93 വരും. 93 നമ്മൾ ഇതിനെ 3 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 31 വരും. ഇനി ഡിവിഷൻ പോസിബിൾ അല്ല. ഇനി വീണ്ടും നമ്മൾ ഏത് നമ്പറിനെയാണ്? 527 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? നമുക്ക് എത്ര വെച്ച് ചെയ്യാം? 527 നമുക്ക് കോമൺ ആയിട്ട് ഏത് ചെയ്യാം? 17 വെച്ച് ചെയ്യാം അല്ലെ? 17 വെച്ച് ചെയ്യാം. 17 ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസർ എത്ര വരും? 31 വരും. അവിടെ കഴിഞ്ഞു. ഇനി പോസിബിൾ ആണോ? പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് 3 പേരിലും കോമൺ ആയിട്ട് വരുന്ന സാധനം അല്ലേ HCF എന്ന് പറയുന്നത്? ഏതാണ് കോമൺ ആയിട്ട് വരുന്നത്? 31 ആണ്. അപ്പൊ എന്റെ HCF എത്ര വരും? 31 വരും. അതേപോലെ എന്റെ ആൻസർ എത്ര തന്നെയാണ്? HCF ആണ്. അതായത് എന്താണ്? 31 ആണ്. എന്റെ ആൻസർ എത്രയാണ്? 31 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പം എന്താണ്? വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ലാർജസ്റ്റ് നമ്പർ ദ ഡിവൈഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിമൈൻഡർ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിമൈൻഡർ ഓരോ കേസിൽ ഓരോ നമ്പറിൽ നിന്ന് റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ലാർജസ്റ്റ് നമ്പർ ദ ഡിവൈഡ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുക്കുക. എന്താണ് എടുക്കേണ്ടത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയ HCF എടുക്കുക. HCF എടുക്കുന്നതായിരിക്കും എന്ത്, നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. LCM of two numbers is 231 ഉം HCF of these two numbers is 11 ഉം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട്, സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുകയാണ് അല്ലെ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കുക. എന്താണ് ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ HCF into LCM is equal to product of numbers. അതായത് HCFനെ LCMനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ നമ്പറിന്റെ പ്രോഡക്ട്സിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ HCF നിങ്ങൾക്ക് ഇവിടെ അറിയാം, എന്തെന്നറിയാം? 11 എന്നറിയാം, LCM അറിയാം 231 എന്നറിയാം, ഒരു നമ്പർ അറിയാം, പ്രോഡക്റ്റ് ഓഫ് നമ്പർ എന്താണ്? രണ്ട് നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഒരു നമ്പർ നിങ്ങൾക്ക് എന്തറിയാം? 77 എന്നറിയാം. അടുത്ത നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്, അത് X എന്നറിയാം. ഇത് ക്യാൻസൽ ചെയ്താൽ മതി. 17 7 വരും, ക്യാൻസൽ ചെയ്യുമ്പോൾ 10 വരും, 33 വരും. എക്സിന്റെ വാല്യൂ എത്ര വരും? 33. നിങ്ങളുടെ ആൻസർ വരും 33. അപ്പൊ 33ന്റെയും 77നെയും കൂടെ നമ്മൾ HCF എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് 11, LCM എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് 231. പിന്നെ ആൻസർ എത്ര വരും? 33. അപ്പൊ ഈ ഒരു കാര്യം മാത്രം നല്ലോണം ഓർത്തിരിക്കുക. ചോദിച്ചിട്ടൊരു ക്വസ്റ്റൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ്? HCF into LCM is equal to പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. അപ്പം ഓർത്തിരിക്കുക, മറക്കരുത്. വീണ്ടും ഞാൻ പറയാം, HCF into LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്. അതായത് ഏതൊക്കെ നമ്പറിന്റെ ആണ് HCF LCM എടുക്കുന്നത്, ആ നമ്പറിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും അതിന്റെ HCFന്റെ LCMന്റെയും പ്രോഡക്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ കാര്യം മാത്രം നോട്ട് ചെയ്ത് വെക്കുക. അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, HCF into LCM is equal to product of the numbers. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് റിക്വയർഡ് to pave the floor of a room 15 meter 17 centimeter long and 9 meter 43 centimeter broad? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കി, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് HCFന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം ഫസ്റ്റിലെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണം. എന്താണ് HCFന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം ഫസ്റ്റ് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണം. അപ്പം HCFന്റെ എന്താണ് HCF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇതിന് HCF ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലീസ്റ്റ് നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് ആണ് വേണ്ടത് അല്ലേ. ഏറ്റവും കുറച്ച് ടൈൽ കൊണ്ട് എങ്ങനെ പേവ് ചെയ്യാം? ഏറ്റവും കുറച്ച് ടൈൽ കൊണ്ട് പേവ് ചെയ്യണമെങ്കിൽ ആ ടൈലിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? ഏറ്റവും വലുതായിരിക്കണം അല്ലേ. വലിയ ഏരിയ കൊണ്ടുള്ള ടൈൽ യൂസ് ചെയ്താൽ മാത്രമേ എന്തേ ഉള്ളൂ, നമുക്ക് കുറച്ച് ടൈൽ കൊണ്ട് പേവ്. ചെറിയ ടൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ടൈൽ വേണം അല്ലേ. വലിയ ടൈൽ കൊണ്ട് പേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ച് ടൈൽ മതി എന്ത് ചെയ്യാൻ, ആ റൂം ഫുള്ള് പേവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ലാർജ് ഏരിയ ഉള്ള ടൈലായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ലാർജ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം. അത്രയും കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ലീസ്റ്റ് നമ്പർ ഓഫ് ടൈൽസ് ആണ് വേണ്ടുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? HCF കണ്ടുപിടിക്കണം. അപ്പൊ HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ 15 മീറ്റർ 17 സെന്റിമീറ്റർ അല്ലേ, നമുക്കപ്പോൾ എല്ലാം ഒരേ ഒരു ടൈമിലേക്ക് മാറ്റാം, സെന്റിമീറ്റേഴ്സിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്കറിയാം 15 മീറ്റർ എന്ന് പറയുന്നത് 1500 സെന്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യത്തിന് എങ്ങനെ എഴുതും? 1517 സെന്റിമീറ്റർ എന്നും 943 സെന്റിമീറ്റർ എന്ന് എഴുതും. ഓക്കെ ആണല്ലോ? 1517 943 സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതും. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം ഇവരുടെ HCF എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ HCF എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് HCF എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഡിവിഷൻ മെത്തേഡിലൊന്ന് എടുത്തു നോക്കാം അല്ലെ. ഡിവിഷൻ മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. 943 1517 ഡിവിഷൻ വരുമ്പോൾ 1 വരും അല്ലെ. 943 എന്ന് എഴുതും. എന്ത് ചെയ്യും? അപ്പൊ 4 വരും, 4 7 എത്ര വരും? 5 574 വരും. 574 വീണ്ടും 943 1 574. അപ്പൊ അത്ര വരും നിങ്ങൾക്ക് 6 9 അല്ലേ. 3 6 369. വീണ്ടും 574 ചെയ്യുമ്പോൾ എത്ര വരും? 1 തന്നെ വരും. 369 എത്ര വരും? 5 വരും, 0 വരും, 2051 വരും. എത്ര വരും? 369 വീണ്ടും ചെയ്യുക. വീണ്ടും 1 വരും, 205 ഇവിടത്തെ വരും, 4 വരും, 6 വരും, 164 എന്ന് വരും. 164നെ വീണ്ടും എന്ത് ചെയ്യുക? 205 വീണ്ടും എത്ര വരും? 1 എന്ന് വരും, 164 വരും. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 1
41 എന്ന് കിട്ടും. വീണ്ടും 164. നിങ്ങളുടെ ഇവിടെ കഴിയുകയാണ്. 164 എത്ര വരും ആൻസർ? ഒരു 4. അപ്പോൾ നമുക്ക് 164 തന്നെ വരും. 0 വരും. റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ എൻ്റെ HCF എന്ന് പറയുന്നത് എന്താണ്? 41 ആണ്. HCF എത്ര എന്ന് കിട്ടും? 41 ആണ് എൻ്റെ HCF എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയായി. എത്ര കിട്ടി HCF? 41 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് ഡിവിഷൻ മെത്തേഡ് HCF ചെയ്യുന്നത്. അപ്പോൾ HCF എത്ര കിട്ടി? 41 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചോദിക്കുന്നത് എത്ര ലീസ്റ്റ് നമ്പർ ഓഫ് ടൈൽസ് വേണം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ റൂമിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ടോട്ടൽ റൂമിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1517 × 943. ഇതാ ടോട്ടൽ ഏരിയ കിട്ടും. ഡിവൈഡഡ് ബൈ ഒരു ടൈലിന്റെ ഏരിയ എന്ന് പറയുന്നത് HCF എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 41 കിട്ടി. ആ 41 ആയിരിക്കും ഒരു സൈഡ് എന്ന് പറയുന്നത്. സ്ക്വയർ ടൈൽ ആയതുകൊണ്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി 40A² ആണ് അല്ലേ? സ്ക്വയറിന്റെ ഏരിയ എന്താണ്? A² ആണ്. അപ്പോൾ ഒരു സൈഡിന്റെ വാല്യൂ ആണ് എന്ത്? നമ്മുടെ HCF ആയ 41 എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈഡിന്റെ വാല്യൂ ആണ്. അപ്പോൾ 41 × 41 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ വരുന്നത് അതിനെ ക്യാൻസൽ ചെയ്താൽ മതി. 41 എത്ര വരും? 41 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 41 85 അപ്പോൾ നിങ്ങളുടെ ആൻസർ വരുന്നത് 851 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 851 എന്ന് വരും. നിങ്ങളുടെ ആൻസർ വരും 851. ടോട്ടൽ നമ്പർ ഓഫ് ടൈൽസ് അല്ലേ വരുന്നത്. അപ്പോൾ 851 നമ്പേഴ്സ് ആണ്. അപ്പോൾ 851 ആണ് എന്ത്? നിങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ലീസ്റ്റ് നമ്പർ ഓഫ് ടൈൽസ് ആണ്. അപ്പോൾ നമുക്ക് ഓർമ്മ വരണം എന്താണ്? ലാർജസ്റ്റ് ഏരിയ ഉള്ള ടൈൽ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ലാർജസ്റ്റ് ഏരിയ ഉള്ള ടൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ HCF ആണ് കണ്ടുപിടിക്കുക. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ടൈലിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടും. ആ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ടൈലിന്റെ ഏരിയ കിട്ടും. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ടൈൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഹോൾ റൂമിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഒരു ടൈലിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലയോ? ഒരു ടൈലിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ആൻസർ 851 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A temple has 5 bells which rings at intervals 12, 15, 16, 20, 25 minutes. 12, 15, 16, 20, 25 minutes respectively. If they ring together at midnight, then at what time will they ring together? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും മനസ്സിലാക്കുക, ഇതും HCF ആൻഡ് LCM അപ്ലൈ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പം 12, 15, 16, 20, 25 മിനിറ്റിൽ ഒരു ഇന്റർവെല്ലിൽ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെല്ലാണ്. അതെല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചത് എപ്പോഴാണ്? രാത്രി, അർദ്ധരാത്രി ആണ്. അതായത് അർദ്ധരാത്രി മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് സമയം? അപ്പൊ നിങ്ങൾ അറിയാം, രാത്രി 12 മണിക്ക് 12 AM മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ 12 AM എന്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് റിങ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇത് ഒരുമിച്ച് റിങ് ചെയ്യുന്ന ടൈമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എന്ത് ചെയ്താൽ മതി? നിങ്ങളോട് ഈ ഇന്റർവെൽസ് തന്നിരിക്കുന്ന ടൈമുകൾ കണ്ടോ? 12, 15, 16, 20, 25. ഈ നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? LCM കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 12, 15, 16, 20, 25. ഇതിന്റെ LCM കണ്ടുപിടിക്കണം. ഇതിന്റെ LCM ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? എല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? LCM കണ്ടുപിടിക്കും. അപ്പൊ നോക്കി, നമുക്ക് ആദ്യം കോമൺ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു 2 വെച്ച് ചെയ്യാം അല്ലേ? 2 വെച്ച് 4 വെച്ച് ചെയ്യാം. അപ്പൊ 4 വെച്ച് നമുക്ക് 12ന്റെ 4 കഴിയുമ്പോൾ 3 വരും. 15ന് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതേപോലെ എടുത്ത് എഴുതും. 16ന് ചെയ്യുമ്പോൾ എത്ര വരും? 4 വരും. 20ന് ചെയ്യുമ്പോൾ എത്ര വരും? 5 വരും. 25ന് ചെയ്യാൻ പറ്റത്തില്ല, 25ന് അതേപോലെ എഴുതി. ഇനി എനിക്ക് 3 നമ്പേഴ്സ് ഉണ്ട് കോമൺ ആയിട്ട് പോകുന്ന 5 വെച്ചിട്ട് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ 5 എഴുതും, 3 പോകില്ല, അതേപോലെ എഴുതും. 15ന്റെ എത്ര വരും? 3 വരും. ഇത് 4 പോകില്ല, അതേപോലെ എഴുതും. 5 പോകും അല്ലേ? 5 പോകുമ്പോൾ എത്ര വരും? 5 പോകുമ്പോൾ എത്ര വരും? 1 വരും. അതേപോലെ 25ന് എത്ര വരും? 5 വരും. ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2, 3 ഉണ്ട്. അപ്പൊ 3നെ വെച്ച് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ചെയ്യുമ്പോൾ 1, 1, 4, 1, 5. ഇനി ഏതെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ്? ഇല്ല. 1 ഉണ്ട്. ഓക്കെ, 1 നമുക്ക് വേണ്ട, 1 നമ്മൾ ലീവ് ചെയ്തു. അപ്പൊ ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അതിന്റെ LCM എടുക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ എഴുതും
4 ഇൻറ്റു എൻ്റെ LCM എന്ന് പറയുന്നത് എത്രയാണ് 4 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 അല്ലേ. അപ്പൊ എനിക്ക് എത്ര വരും 20യുടെ സ്ക്വയർ 400 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്ര വരും 1200 എന്ന് വരും. 1200 എന്താണ് മിനിറ്റ്സ് ആണ്. 1200 മിനിറ്റ്. കാരണം നോക്കിയേ 12, 15, 16, 20, 25 മിനിറ്റുകളിലാണ് ആ ഒരു ഇന്റർവെല്ലാണ് ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവർ ഒരുമിച്ച് ഇറങ്ങിയത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട് മിഡ് നൈറ്റ് അല്ലെങ്കിൽ 12 രാത്രി 12 മണി 12 AM അടിച്ചതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടൈം വിൽ ദ റിംഗ് ടുഗദർ ഒരുമിച്ച് അടിക്കുന്ന ടൈം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക ഇവരുടെ LCM കണ്ടുപിടിക്കുക. LCM 1200 മിനിറ്റ് അല്ലെങ്കിൽ 1200 മിനിറ്റിനെ നമുക്ക് അവർ ആക്കുക എന്ത് ചെയ്താൽ മതി 1200 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും 20 മണിക്കൂർ എന്ന് കിട്ടും. 20 hours എന്ന് കിട്ടും. 20 hours. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ മതി 20 മണിക്കൂറിന് ശേഷമായിരിക്കും LCMന്റെ അർത്ഥം എന്താണ് 20 മണിക്കൂറിന് ശേഷമായിരിക്കും എന്ത് ഇനി അവർ വീണ്ടും ഒരുമിച്ച് റിംഗ് ചെയ്യുന്നത് 20 മണിക്കൂറിന് ശേഷം. 20 മണിക്കൂറിന് ശേഷം എന്ന് പറഞ്ഞാൽ ആദ്യം അടിച്ചപ്പോഴാ 12 മണിക്കാ. അപ്പൊ 12 മണിയുടെ കൂടെ 20 മണിക്കൂറും കൂടെ കൂട്ടണം. 12 മണിയോട് 20 മണിക്കൂറോടെ കൂട്ടിയ എന്ന് പറഞ്ഞാൽ എത്രയാണ് 12 ഒരു 20 കൂടെ കൂട്ടിയ എത്രയാണ് എത്ര വരും 12 24 എന്ന് പറയുമ്പോൾ അടുത്ത 12 മണി വീണ്ടും ഒരു 8 മണിക്കൂർ കൂടെ അല്ലേ. അപ്പൊ എത്ര വരും 8 മണി 8 PM. അപ്പം അടുത്തത് അടിക്കുന്ന എപ്പോഴാണെന്ന് വരും 8 PM വരും അല്ലേ. 8 മണി അതായത് രാത്രി 8 മണിക്ക്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. PM AM ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ 8 AM 8 PM കാണും. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്ത് 8 AM മാർക്ക് 8 എന്ന് കിട്ടിയിട്ട് 8 AM മാർക്ക് ചെയ്തത് 8 PM ആണ്. കാരണം അടിച്ചപ്പോഴാണ് 12 AM ഇത് ഒരുമിച്ച് റിംഗ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ 12 AM കൂടെ വേണം എത്ര 20 മണിക്കൂറുടെ കൂട്ടാൻ. അപ്പൊ 20 മണിക്കൂറുടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും 8 PM എന്ന് വരും. നിങ്ങളുടെ ആൻസർ എത്ര വരും 8 PM. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക HCF LCMന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം LCM കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്യാം ആ ഇന്റർവെൽസ് റിംഗ് ചെയ്ത ഇന്റർവെൽസിന്റെ മിനിറ്റ്സ് എന്ത് ചെയ്യുക മിനിറ്റ്സിന്റെ LCM എടുക്കുക. LCM എടുത്തിട്ട് LCM കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും അത്രയും ടൈം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഇത് ഒരുമിച്ച് റിംഗ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്ന ഇപ്പൊ മിഡ് നൈറ്റ് എന്ന് അവർ പറഞ്ഞു തന്നിരിക്കുന്നത് 12 AM മിഡ് നൈറ്റ് അല്ലേ. അപ്പൊ അതിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി ഈ കിട്ടിയ LCMന്റെ വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആവും. അതേപോലെ ശ്രദ്ധിക്കുക AM PM ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആണ്. അതായത് LCM ഓഫ് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട് ആൻഡ് ദെൻ HCF ഓഫ് 2 നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഞാനൊരു ഫോർമുല പോലെ പറഞ്ഞായിരുന്നു. എന്താണ് ഞാൻ പറഞ്ഞത് HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് എന്താണ് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. HCF LCM തന്നിട്ട് നിങ്ങളോട് ഒരു നമ്പർ തന്നിട്ട് മറ്റേ നമ്പർ ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് 2 നമ്പർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ 2 നമ്പർ തന്നിട്ടുണ്ട് 390 ഇൻറ്റു 420 തന്നിട്ടുണ്ട്. അതേപോലെ 5460 എന്ന് പറയുന്ന LCM തന്നിട്ടുണ്ട്. HCF ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി ക്യാൻസൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും 546 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 91 7 7 1 30 30. അപ്പൊ നിങ്ങൾ HCF എത്ര വരും 30 എന്ന് വരും അല്ലേ. HCFന്റെ കാര്യം എത്ര വരും 30 എന്ന് വരും. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ. വളരെ സിമ്പിൾ ആണ്. അതായത് LCM ഇൻറ്റു HCF എന്നത് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് മാത്രം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഏത് പ്രോബ്ലം വന്നാലും എങ്ങനെ ചോദിച്ചാലും ചിലപ്പോൾ HCF വന്നിട്ട് LCM ആയിരിക്കും ചോദിക്കുന്നെങ്കിൽ എങ്ങനെയാണെങ്കിലും ഈ ഒരു സെയിം ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ what is the smallest number which when increased by which when increased by 5 is divisible by 12 18 and 30. സ്മോളസ്റ്റ് നമ്പർ എന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കുക ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCM എടുക്കുക. അപ്പം വാട്ട് ഈസ് സ്മോളസ്റ്റ് നമ്പർ വിച്ച് വെൻ ഇൻക്രീസ്ഡ് ബൈ 5 is divisible by 12 18 30. ഞാൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ചെയ്യേണ്ട കേസ് എന്താണ് 12 18 30 ഇവരുടെ LCM എടുക്കുക. ഇപ്പൊ ഇവരുടെ LCM എടുക്കാൻ നിങ്ങൾക്ക് അറിയാം ഏത് മെത്തേഡ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് നോർമലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും
പിന്നെ 3നെ കോമൺ ആയിട്ട് ഡിവൈഡ് ആവുന്ന നമ്പർ ഉണ്ട് അല്ലേ, 6 ഉണ്ട്. അപ്പൊ എത്ര വരും? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് LCM എടുക്കാം. അപ്പൊ എന്റെ ആൻസർ എത്ര വരും? 12, 60, 180 അല്ലേ, 180 ആണ് ഇതിന്റെ LCM എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് സ്മോളസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ എന്താ എടുക്കേണ്ടത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? LCM ആണ് എടുക്കേണ്ടത്. അപ്പം 12, 18, 30 LCM നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വരും 180 ആണ് ഇവരുടെ LCM എന്ന് പറയുന്നത്. 180 ഇവരുടെ LCM ആണെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടുന്ന കാര്യം കഴിഞ്ഞു, നിങ്ങളുടെ ആൻസർ കഴിഞ്ഞു. പക്ഷെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ പറയുന്നുണ്ട്. വാട്ട് ഇസ് സ്മോളസ്റ്റ് നമ്പർ വിച്ച് വേൻ ഇൻക്രീസ്ഡ് ബൈ 5 എന്ന് പറയുന്നുണ്ട്. നമ്പറിനെ 5 കൊണ്ട് കൂട്ടുമ്പോഴായിരിക്കണം ഇത് ഡിവിസിബിൾ ആയിരിക്കണം അല്ലേ. നമുക്ക് ഡിവിസിബിൾ ആവുന്ന നമ്പർ കിട്ടിയത് 180, പക്ഷെ ഈ നമ്പറിനെ 5 കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ കിട്ടാൻ വേണ്ടി ഇതിനകത്ത് എന്ത് ചെയ്യണം? 5 കുറയ്ക്കണം. അപ്പൊ 180 5 കുറച്ച് നിൽക്കരുത്, 175 ആണ് എന്റെ ഉത്തരം അല്ലെ. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്റെ ഉത്തരം ഏതാണ്? 175 ആണ്. 175ന്റെ കൂടെ 5 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും. ആ 180 ആണ് ഇവരെ തമ്മിൽ ഈ നമ്പേഴ്സ് ഡിവിസിബിൾ ആവുന്ന നമ്പർ എന്ന് പറയുന്നത് 180 ആണ് അല്ലെ. അപ്പം വിച്ച് വെൻ ഇൻക്രീസ്ഡ് ബൈ 5 ഈസ് ഡിവിസിബിൾ ബൈ 12, 18, 13 എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഒരു 5 കൂടെ അതിനകത്ത് കുറച്ചേക്കണം. അത്രയും കാര്യമുള്ളൂ. അപ്പൊ എത്ര ആൻസർ വരും? 175 എന്ന് വരും. ഇതേ ക്വസ്റ്റ്യൻ വിച്ച് വെൻ ഡിക്രീസ്ഡ് ബൈ 5 എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഒരു 5 കൂട്ടണമായിരുന്നു, 185 എടുക്കണമായിരുന്നു. അപ്പൊ എന്ത് ആൻസർ വരും? അപ്പോൾ നിങ്ങളുടെ ആൻസർ എത്ര തന്നെ? 180 തന്നെ അല്ലെ. പക്ഷെ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങളുടെ ആൻസർ എത്ര വരും? 185 വരും. ഡിക്രീസ് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 കൂട്ടണമായിരുന്നു, ഇൻക്രീസ് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 കുറയ്ക്കുക. അപ്പൊ ഇവിടെ നിങ്ങളുടെ ആൻസർ എത്രയാണ്? ഇവിടെ നിങ്ങളുടെ ആൻസർ എത്രയാണ്? 175 ആണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. 175 ആണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 2 numbers are in the ratio 7:11, 7:11 റേഷ്യോയിലാണ് 2 നമ്പേഴ്സ്. HCF is 13, find their LCM. ഇതാണ് ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. LCM കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രം ചെയ്താൽ മതി. LCM കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 7 × 11 × 30 ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾ ആണ് അല്ലെ, കോമൺ ഫാക്ടർ ആണ് അല്ലെ. കോമൺ ഫാക്ടർ ആണ് HCF എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2ന്റെ 6ന്റെ HCF എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 2 എന്ന് പറയും അല്ലെ. അതിനിപ്പോ നമുക്ക് 2ന്റെ 6ന്റെ HCF 2 എന്ന് പറയും. അതുപോലെ 3ന്റെ 6ന്റെ HCF എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 3 എന്ന് പറയും. അതേപോലെ 8ന്റെയും 12ന്റെയും HCF എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര എന്ന് പറയും? കോമൺ ആയി ഡിവൈഡ് ആവുന്ന ഒരു നമ്പറേ ഉള്ളൂ, ഏതാണ്? 4. അപ്പൊ നിങ്ങളുടെ HCF എത്രയാണെന്ന് പറയും? 4 ആണെന്ന് പറയും അല്ലെ. അപ്പം ഇങ്ങനെയുള്ള കേസ് അത് HCF എന്ന് പറയുന്ന കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 × 13 ആയിരിക്കും ഒരു നമ്പർ, മറ്റേ നമ്പർ 11 × 13 ആയിരിക്കും. എന്താണ്? 7 × 13 ആയിരിക്കും ഒരു നമ്പർ, മറ്റേ നമ്പർ എത്രയാണ്? 11 × 13 ആയിരിക്കും. അപ്പൊ നമുക്ക് 2 നമ്പേഴ്സും ഒരു HCF കിട്ടിക്കഴിഞ്ഞാൽ LCM കണ്ടുപിടിക്കാൻ നമുക്ക് പഴയ മെത്തേഡ് അറിയാതാണ്. പഴയ മെത്തേഡ് ഞാൻ നേരത്തെ പഠിപ്പിച്ച ഇക്വേഷൻ വെച്ച് അറിയാമല്ലേ? HCFന്റെ LCMന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 7 × 13 ആണ് എന്റെ ഒരു നമ്പർ അല്ലെ, 11 × 13 ആണ് എന്റെ മറ്റേ നമ്പർ, എന്റെ HCF 13 ആണ്. LCM കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഒരു 13 ക്യാൻസൽ ആയിട്ട് LCM എത്ര വരും? 7 × 13 × 11. അതാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞത്. 7 × 11 × 13 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ LCM വരും എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇത്രയും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നും വേണ്ട. നിങ്ങൾ LCM ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? റേഷ്യോയുടെ 2 നമ്പർ ഉണ്ട്, 7 × 11 ഉണ്ട്. 7 × 11 × 13 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? LCM കിട്ടും. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1001 കേട്ടോ, 1001 കിട്ടും. നിങ്ങളുടെ ആൻസർ എത്ര വരും? 1001 എന്നാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A, B and C are started walking from a point. Their step measures 42 cm, 56 cm, 64 cm respectively. What is the minimum distance? Okay, what is the minimum distance they should walk so that each takes exact number of steps? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ABC എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടഡ് ഒരു പോയിന്റിൽ നിന്ന് നടക്കാൻ തുടങ്ങി. അവരുടെ സ്റ്റെപ്പ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? 42 സെന്റിമീറ്റർ, 56 സെന്റിമീറ്റർ, 64 സെന്റിമീറ്റർ എന്നാണ് മെഷർ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ദേ ഷുഡ് വാക്ക് സോ ദാറ്റ് ഈച്ച് ടേക്ക് എക്സാക്ട് നമ്പർ ഓഫ് സ്റ്റെപ്സ്? ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, മിനിമം ഡിസ്റ്റൻസ്, ലീസ്റ്റ് നമ്പർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഏതാണ് എടുക്കുന്നത്? LCM ആണ് എടുക്കുന്നത് അല്ലേ. ഇപ്പൊ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്താണ്? LCM എടുത്താൽ മതി. അപ്പൊ നോക്കേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക?
42-ന്റെയും 56-ന്റെയും 64-ന്റെയും LCM എടുക്കുക. അപ്പൊ ഇതിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ആവുന്ന നമ്പർ ഏതാണ് നമുക്കറിയാം. 2 വെച്ച് തന്നെ തോന്നാം. 2 വെച്ച് പോകുമ്പോൾ എത്ര 21 വരും. ഇതെത്ര വരും 28 വരും. ഇതെത്ര വരും 32 വരും. നിങ്ങൾക്കറിയാം 21-നും 28-നും ഏത് വെച്ച് പോകും 7 വെച്ച് പോകും. എത്ര വരും 3 4 32. ഇതിനെ 4 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 1 8. ഇനി അതിന് കോമൺ നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും തന്നെ ഉള്ളൂ. അപ്പം ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? LCM കിട്ടും. 2 into 7 14, 14 into 4 എന്ന് പറയുന്നത് 156. സോറി 4 into 4 എന്ന് പറയുന്നതാണ് 56. 56 into 24. 56 into 24. അപ്പൊ നിങ്ങൾക്ക് ആൻസർ വരും 1344 സെന്റിമീറ്റേഴ്സ്. 1344 സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ആൻസർ മീറ്ററിലാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 100 ചെയ്ത് 2 പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ 13.44 മീറ്റർ എന്ന് വരും. ഓക്കെ. അപ്പോൾ 1344 കഴിഞ്ഞാൽ LCM എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ആൻസർ. മിനിമം ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക മിനിമം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്, LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ 1344 സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിലാണെങ്കിൽ എന്ത് ചെയ്യുക? 2 ഡിജിറ്റ് കഴിഞ്ഞ ഡെസിമൽ കൊടുക്കുക. അപ്പോൾ 13.44 മീറ്റർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വന്നിട്ടുള്ളൂ. ഒരു 10 ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ HCF LCM ആണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, HCF LCM എടുത്താൽ മതി, ആൻസർ കിട്ടുമെന്നറിയാം. പക്ഷേ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാ ചാപ്റ്ററും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തിന്റെ ആണെന്ന്. HCFന്റെ LCMന്റെ. കാരണം ഈ ക്വസ്റ്റ്യനിൽ എങ്ങും അത് HCF ആണ് LCM ആണ് എങ്ങും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് ചെയ്യുക? HCFന്റെ LCMന്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇപ്പൊ മിനിമം അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? LCM ആണ്. ഹയസ്റ്റ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? HCF ആണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ടൈൽസിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അതിനകത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ടൈൽസ്, ആ ലീസ്റ്റ് കണ്ടിട്ട് അത് LCM ആണെന്ന് പറയരുത്. കാരണം ലീസ്റ്റ് നമ്പർ ഓഫ് ടൈൽസ് വേണമെങ്കിൽ നമുക്ക് ഹയസ്റ്റ് ഏരിയ വേണം. അപ്പൊ ഹയസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? HCF ആണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാം. അതേപോലെ നമ്മൾ ഇന്റർവെല്ലിൽ ബെല്ല് റിങ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ആ കേസ് ആണെങ്കിൽ LCM ആണ് കണ്ടുപിടിക്കുന്നത്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ HCF LCMന്റെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. ഓക്കെ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.